നമ്മുടെ മനസ്സിലെ എല്ലാ സങ്കല്പങ്ങളെയും നമ്മുടെ മനസ്സിലുള്ള എല്ലാ സംഭവങ്ങളെയും തകർത്തിക്കളയും വിധത്തിൽ രൗദ്രഭാവം ഉണ്ടായപ്പോൾ ഒരുപക്ഷെ നമ്മുടെ നാട് ഇതുവരെ കാണാത്ത ഏറ്റവും വലിയ ദുരന്തത്തിലേക്ക് പോയി. ആ ദുരന്തം ഉണ്ടായ ഘട്ടം മുതൽ എല്ലാ വിധത്തിലും ജാതി മത രാഷ്ട്രീയം ഒന്നുമില്ലാതെ ജില്ലാ ഭരണകൂടവും ഗവൺമെൻറ്റും എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളും നിങ്ങളുടെ ഒപ്പം തന്നെയാണ്. പരമാവധി ആളുകളെ അതിന് ശേഷം നമുക്ക് രക്ഷിക്കാനുമായി. എന്നാൽ നിർഭാഗ്യവശാൽ പലരും നമുക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോഴും ആളുകളെ നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കാനുള്ള ഏറ്റവും വിപുലമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാനാണ് സർക്കാരിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ശ്രമം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി ആർക്കെല്ലാം രേഖകൾ നഷ്ടപ്പെട്ടു അവർക്കെല്ലാം ആ രേഖകൾ തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും എന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ആദ്യം ആ നടപടി പൂർത്തീകരിക്കുന്നത് സിവിൽ സപ്ലൈസ് വകുപ്പാണ്. ഈ ക്യാമ്പുകളിൽ ഉണ്ടായ അവിടെയുള്ള വലിയ ദുരന്തം നടന്നതിൻ്റെ ഭാഗമായി നഷ്ടപ്പെട്ടു പോയ റേഷൻ കാർഡുകൾ അടിയന്തരമായി തിരിച്ചു കൊടുക്കുക എന്ന സംവിധാനത്തിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് 4 ഉപസമിതി അംഗങ്ങൾ യോഗം ചേർന്ന് പ്രത്യേകമായി കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് വകുപ്പുകളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് തന്നെ വിവരശേഖരണം നടത്തി നഷ്ടപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റുകളും ആവശ്യമായ സൗകര്യത്തോടെ ബന്ധപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കാൻ അദാലത്ത് മോഡലിൽ ഒരു ക്യാമ്പ് തന്നെ മേപ്പാടിയിൽ സംഘടിപ്പിച്ചുകൊണ്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഏതെല്ലാം സർട്ടിഫിക്കറ്റുകളാണോ നഷ്ടപ്പെട്ടിട്ടുള്ളത് ആ സർട്ടിഫിക്കറ്റുകളെല്ലാം അവർക്ക് തന്നെ കൃത്യതയോടെ കിട്ടാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ആ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകും. ഇവിടെ ഇപ്പോൾ നമ്മുടെ മന്ത്രിസഭ ഉപസമിതിയിലെ മറ്റംഗങ്ങളായിട്ടുള്ള ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ, പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി, പ്രിയപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ, നമ്മുടെ ജില്ലക്കാരനും നമുക്കെല്ലാം പ്രിയങ്കരനുമായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ OR കേളു ഉൾപ്പെടെ ഞങ്ങൾ 4 പേരും വന്ന് നിങ്ങളെ നേരിൽ കണ്ടുകൊണ്ട് ഈ പരിശ്രമത്തിന് തുടക്കം കുറിക്കുകയാണ്. നഷ്ടപ്പെട്ടത് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്നതിനേക്കാൾ വലുതാണ്. നഷ്ടപ്പെട്ടതെല്ലാം അതുപോലെ തിരിച്ചു കൊടുക്കാൻ ആർക്കും ആകില്ലെങ്കിലും നഷ്ടപ്പെട്ടത് മൂലമുണ്ടായ പ്രയാസങ്ങൾ മാറ്റാൻ കഴിയുന്ന വിധത്തിലുള്ള സമ്പൂർണമായിട്ടുള്ള ഒരു പുനരധിവാസം ഡോക്യുമെൻറ്റുകൾ മുതൽ ജോലിയും വരുമാനവും എല്ലാം അടക്കം ശക്തമായി കൊണ്ടുവരണമെന്ന സർക്കാരിൻ്റെ ലക്ഷ്യം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സർക്കാർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഭരണപക്ഷം എന്നർത്ഥത്തിലല്ല, ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം അടങ്ങുന്ന കേരളത്തിൻ്റെ മനസ്സാക്ഷി ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഈ പ്രവർത്തനത്തിന് വേഗതയിൽ നേതൃത്വം നൽകിയ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ പ്രത്യേകമായി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഘട്ടത്തിൽ അഭിനന്ദിക്കുകയും ചെയ്യുന്നു.